നിവിൻ പോളിയുടെ താരം എന്ന സിനിമ ഡ്രോപ്പായെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. വിനോദ് ഗോവിന്ദ് സംവിധാനം ചെയ്യാനിരിക്കുന്ന താരം ഇപ്പോഴും ഓണാണെന്നാണ് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. താരം എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ നായികയായിട്ടെത്തുന്നത് കയാതുവാണ്. 19-ാം നൂറ്റാണ്ട് സിനിമയിലും ഇവരൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു. ഞാൻ നിവിൻ പോളിയുടെ വലിയൊരു ഫാനാണ്. ഞാൻ നിവിൻ പോളിയുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. താരം എന്ന സിനിമയെ പറ്റിയാണ് കയാത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത്. നിവിൻ പോളിയുടെ താരം സിനിമ മാത്രമല്ല, നിവിൻ പോളിയുടെ അടിപ്പടമായ ഗാങ്സ്റ്റർ ഓഫ് മുണ്ടന്മാല എന്ന സിനിമയും ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. താരം എന്ന സിനിമയ്ക്ക് വേണ്ടി നിവിൻ പോളി നല്ല രീതിയിൽ വെയിറ്റ് ലോസൊക്കെ ചെയ്യേണ്ടി വരും. കാരണം പ്രേമം സിനിമയിലുള്ള ആ പഴയ ലുക്കിലേക്കൊക്കെ നിവിൻ പോളി ഈ ഒരു സിനിമയിൽ എത്തേണ്ടതായി വരും. എന്തായാലും താരം എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ഇനി വരുമോ എന്ന് നമുക്ക് നോക്കാം. ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ആരാധകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലെ ലുക്കിലാണ് സുരേഷ് ഗോപി നിലവിലുള്ളത്. മുളകുപാടം ഫിലിംസിൻ്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടമാണ് ഒറ്റക്കൊമ്പൻ എന്ന സിനിമ നിർമ്മിക്കുന്നത്. ജയൻ രവിയും നിത്യാമേനോനും പ്രധാന വേഷത്തിലെത്തുന്ന കാതലിക്ക നേരമില്ല എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ടർബോ സിനിമ ഇന്നലെ 50 കോടി ക്ലബിലേക്ക് ഇടം നേടിയിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് ടർബോ സിനിമ 50 കോടി ക്ലബിൽ ഇടം നേടിയെന്ന് സിനിമയുടെ പ്രൊഡക്ഷനായ മമ്മൂട്ടി കമ്പനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ശരിക്കും അതൊരു തള്ളായിരുന്നു. ഇന്നലെയായിരുന്നു ശരിക്കും ടർബോ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിയോളം രൂപ കളക്ഷൻ നേടിയത്. ടർബോ സിനിമയ്ക്ക് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 2 കോടിയോളം രൂപ കളക്ഷനുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ OTT റിലീസ് ഈ വരുന്ന ജൂൺ 7 കൺഫേം ആയിട്ടുണ്ട്. സോണി ലൈവിലൂടെയാണ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് 80 കോടിയോളം രൂപ കളക്ഷൻ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിരുന്നു. സൂര്യയുടെ വാടിവാസൽ വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയ്ക്ക് ശേഷം വെട്രിമാരൻ അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്നത് സൂര്യയുടെ വാടിവാസലാണ്. ഒരുപാട് വർഷങ്ങളായി ആരാധകർ വാടിവാസൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കാത്തിരിക്കുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങുമെന്നാണ് പറയുന്നത്. വാടിവാസൽ എന്ന പേരുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത്.